മാർക്കോ എന്ന് പറഞ്ഞ സിനിമ ഒരു അതിഭീകര പിന്നെ പിന്നെ ചെയ്ത്താണ്, വയലൻസ് ആണെന്ന് എൻ്റെ അടുത്തൊന്ന് ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ അത് ഇവിടുത്തെ ചെറുപ്പക്കാരെ പ്രതികരിക്കുന്നു, അവരുടെ മാനസികാവസ്ഥയെ പ്രതികരിക്കുന്നു. നിങ്ങൾ യാഥാർത്ഥ്യത്തിൽ ജീവിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നില്ല, ഞാനും ആഗ്രഹിക്കുന്നില്ല, ആരും ആഗ്രഹിക്കുന്നു. അതാണ് ഫിക്ഷൻ്റെ പ്രാധാന്യം. നിങ്ങൾക്ക് സാധാരണ മനുഷ്യരുടെ കഥ ചലച്ചിത്രമായാൽ നിങ്ങൾ എത്ര പേര് പോകും? അതിന് ആംബിയൻസ് ഇല്ല, അതിൻ്റെ ബാക്കിൽ റോബജറ്റ് പടപടാം. നിങ്ങൾക്ക് ആഗ്രഹിക്കുന്നത് നിങ്ങൾ ഒരു ഭയങ്കര 50 പേരെ അടിച്ചിടുന്ന ഒരു നായകനെയും പിന്നെ 50 പേരുടെ കൊരവള്ളിക്ക് പിന്നെ കടാര കയറ്റി ഒക്കെ ഒരാളുകൾ കൈയടിക്കുകയും ഒക്കെ ചെയ്യുന്നു. കാര്യം അത് ഫിക്ഷൻ്റെ സത്യമാണിത്. നിങ്ങൾ ഈ പറഞ്ഞതിനൊക്കെയുള്ള യാഥാർത്ഥ്യത്തിൽ എന്നും ജീവിക്കാം. അമ്മ പറയുന്നത് നീ എങ്ങോട്ട് പോകുന്നു, എവിടെ പോകുന്നു, എങ്ങോട്ട് റോഡിലോട്ട് ഇറങ്ങി പോകണം, വീട്ടിൽ വരാൻ നേരെ ഉത്തരവായില്ലടാ എന്നൊക്കെ ചോദിക്കുന്ന ചോദ്യങ്ങളിൽ നിന്ന് ഉള്ള ഒരു സ്വാതന്ത്ര്യത്തിലേക്കുള്ള വലിയൊരു വിടുതലാണ്. നിങ്ങളുടെ ഹൈ ആണ്, നിങ്ങൾ ഹൈ തേടിയാണ് ചെറുപ്പക്കാരെല്ലാവരും ഇതിലേക്ക് പോകുന്നത്. ഞാനൊരിക്കലും അതിന് എതിരായിട്ട് ഞാൻ പറയത്തില്ല. മാർക്കോ എന്ന് പറഞ്ഞ സിനിമ ഒരു അതിഭീകര പിന്നെ ചെയ്ത്താണ്, വയലൻസ് ആണെന്ന് എൻ്റെ അടുത്തൊന്ന് ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ അത് ഇവിടുത്തെ ചെറുപ്പക്കാരെ പ്രതികരിക്കുന്നു, അവരുടെ മാനസികാവസ്ഥയെ പ്രതികരിക്കുന്നു. അവരുടെ പ്രതിഭയെ കൊണ്ടുവന്ന് ഇത് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ അവരുടെ ഭാവനയെ കൊണ്ടുവന്ന് എത്തിക്കുന്ന സാഹചര്യം അത് വയലൻസ് ഉപകരണമാക്കുന്നില്ല. ആരും പോയി റോഡിൽ ഇറങ്ങി വന്നിട്ട് കുത്തി കൊല്ലാൻ പോകുന്നില്ല. പക്ഷേ നമുക്ക് യാഥാർത്ഥ്യബോധമുള്ള ചിത്രങ്ങളും നമുക്ക് വേണം. അതെല്ലാം ചേർന്ന ഒരു സംഗതി തന്നെയാണ് സിനിമ.